ഭർത്താവിന്റെ അപ്രതീക്ഷിത വേർപാടും രോഗവും കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് നെയ്യാറ്റിൻകര ചെങ്കൽ സ്വദേശി ഷീബ. പ്രമേഹത്തെ തുടർന്ന് ഒരു കാൽ മുറിച്ചു മാറ്റുക കൂടി ചെയ്തതോടെ ഷീബയുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി. ഒരു തുണ്ട് ഭൂമി പോലുമില്ലാതെ സഹോദരിയുടെ തണലിൽ കഴിയുന്ന ഷീബയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഷുഗർ ബാധിച്ച് കാൽ മുറിച്ചു മാറ്റിയതോടെയാണ് കാഷ്യൂ ഫാക്ടറി ജീവനക്കാരിയായിരുന്ന ഷീബയുടെ ജീവിതം താളം തെറ്റിയത്. ഭർത്താവായിരുന്നു ഷീബയുടെ ആശ്രയവും അഭയവും. ഭർത്താവ് നടരാജൻ ഹൃദയാഘാതം മൂലം മരിച്ചതോടെ ജീവിതം ദുരിതപൂർണമായി. സഹോദരി ശാലിനിയും ഭർത്താവ് വിജയനും ചേർന്നാണ് ഷീബയെ പരിചരിക്കുന്നത്. വിജയൻ ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റും ചെറിയ ജോലികൾ ചെയ്തുമാണ് ഷീബയെയും തൻ്റെ കുടുംബത്തെയും നോക്കുന്നത്. 4 വർഷം കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെയാണ്, വേറെ അങ്ങനെ സഹായം അങ്ങനെയല്ല. അതുപോലെ പഞ്ചായത്ത് വീടൊന്നും അങ്ങനെയല്ല, വന്നൊക്കെ നോക്കിയിട്ട് പോകും. ഗുളിക മരുന്നൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ ആശുപത്രി ഉണ്ടെങ്കിൽ അവർ തരും, 1 മാസത്തെ ഗുളിക തരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോകണം പോയി വാങ്ങിക്കാൻ. ജീവിക്കാൻ അങ്ങനെ ഒന്നുമില്ല. ഈ കൂലിപ്പണി തന്നെ, ഇവെല്ലാം എന്തെങ്കിലും വിറ്റ അങ്ങനെ തന്നെ. ഒരുപാട് ചികിത്സ പൈസ ഒരുപാടാവും. എൻ്റെ ഷുഗർ വരുമ്പോൾ ചിലപ്പം വല്ലപ്പോഴൊക്കെ ഓർമ്മ വരും. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഓർമ്മ ഉണ്ട്, എന്നാലും അങ്ങനെ കൂടുതൽ ഇല്ല ഓർമ്മ. ഞാൻ തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പിന് പോകാൻ പൊക്കത്തിലൊന്നും എനിക്ക് കയറാൻ വയ്യ, ഏണിയിലൂടെ ഒന്നും. അതുകൊണ്ട് താഴെയുള്ള പണികളുണ്ടെങ്കിൽ വിളിക്കും പോകും. പിന്നെ ആക്രി ഉറക്കിയൊക്കെയാണ് ജീവിക്കുന്നത്. ചെറിയ ജോലികൾ തൂക്കാനോ പറക്കാനോ ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കും, അതിന് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഏതെങ്കിലും വീടുകളിൽ നിന്ന് ഒത്തുപോയി ആക്രി അറ്റ തരികയാണെങ്കിൽ അതും വാങ്ങിക്കാൻ പോകും. ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് ഉറക്കിയൊക്കെയാണ് ജീവിക്കുന്നത്. ഷീബയ്ക്ക് 10 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച ഒരു മകളുണ്ട്. മകളുടെ ചികിത്സയും പഠനത്തിനും ഭീമമായ തുകയാണ് ചിലവാകുന്നത്. ഇതും താങ്ങാവുന്നതിൽ അധികമാണ് കുടുംബത്തിന്. പ്രദേശവാസികളുടെ സഹായം കൊണ്ടാണ് നിലവിൽ കഴിഞ്ഞു പോകുന്നത്. ആരും നോക്കാനില്ല. ഭർത്താവ് മരിച്ചുപോയി. ഒരു കൊച്ചുള്ളത് ഓട്ടിസം ബാധിച്ച് കിടപ്പിലാണ്. കിടക്കാൻ വീടില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളിങ്ങനെ പൊതുപ്രവർത്തന നിലയ്ക്ക് ഞങ്ങളിവിടെ വന്ന് നോക്കുന്ന സമയത്ത് വളരെ ദയനീയമായൊരവസ്ഥയാണ്. ഒരു കാല് മുറിച്ചു, അടുത്ത കാലും വീണ്ടും അത് പഴുത്ത് കയറുന്നുണ്ട്. അവർക്ക് ആഹാരം പഞ്ചായത്തിൽ നിന്നൊക്കെ സൗജന്യ ഭക്ഷണങ്ങളൊക്കെ പലയിടത്തും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മയ്ക്ക് അത് യാതൊന്നും തന്നെ കൊടുക്കുന്നില്ല. ആ കൊച്ചിന് ഒത്തിരി പൈസ ചിലവാകുന്നു. ഇപ്പോൾ ഒരു ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു പരിമിതിയാണ്, അവർക്ക് സാമ്പത്തികമൊന്നുമില്ല. അവരുടെ ഹസ്ബൻഡ് ആക്രിയൊക്കെ പറക്കി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വിവാഹ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആഹാരമൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് അവർ കഴിയുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ ദയനീയമായൊരവസ്ഥയാണ്. മതിയായ ചികിത്സ ലഭ്യമായാൽ ഷീബയ്ക്ക് കൂടുതൽ ആരോഗ്യവതിയായി തുടരാൻ സാധിക്കും. അതിന് മനസ്സിൽ കനിവുള്ളവരുടെ സഹായം കൂടി വേണം. നീണ്ട നാളുകളായുള്ള രോഗം ഷീബയെ ശാരീരികമായി തളർത്തിയെങ്കിലും ആരോഗ്യം പഴയതുപോലെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയിലാണ് ഷീബ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. ജനം, തിരുവനന്തപുരം.